സവാളയെല്ലാം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഞാനിപ്പോൾ വെള്ളം തിളച്ചപ്പം അരി കഴുകിയിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിനകത്ത് കറുവപ്പട്ട, ഏലക്ക, വഴനയില ഇത്രയിട്ട് ഞാൻ അരിക്കകത്തിട്ട് അരി വേവാൻ വെച്ചേക്കുന്നു. അരി വെന്ത് ഞാൻ ഉപ്പും ഇട്ടായിരുന്നു ഇതിനകത്ത് കേട്ടോ. അരി വെന്ത് ഞാൻ കോരാൻ പോവാം. സവാള വഴട്ടാനാണ് ബിരിയാണിക്ക്. ആ നെയ്ക്കകത്താണ് ഞാൻ വഴട്ടുന്നത്. നെയ്യ് ഒഴിച്ചു സവാള ഇട്ട് കൊടുക്കാൻ പോവാം. കുറേശ്ശെ വഴറ്റിയെടുക്കാനാണ്. സവാളയ്ക്കകത്ത് ഇച്ചിരി ഉപ്പൂടെ വിതറി കൊടുക്കുക. ഇത് ഇളക്കി കൊടുക്കണം. സവാള മൂത്തെ കോരിയെടുക്കാൻ പോവുക. ഇനി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുവാണേ. അണ്ടിപ്പരിപ്പും കോരിയെടുത്തു. ഇനി ബീൻസ് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയോടെ അതിൻ്റെ കൂടെ ഇടാം. മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ബീൻസിനും ശകലം ഉപ്പ് വിതറി കൊടുക്കുക. ഇടയ്ക്ക് ഒരു ക്യാരറ്റ് കഷ്ണം വീണിട്ടുണ്ട്. അതിനിപ്പോൾ അത് കിടന്നോട്ടെ. ബീൻസും കോരുവാണ്. ബീൻസും ഫുള്ള് കോരി. ഇത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക വഴറ്റാൻ. നെയ്ക്കകത്താണ് വഴറ്റി. ആവശ്യത്തിന് ഇത് ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് നെയ്യ് ഇട്ട് കൊടുക്കണം. ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ക്യാരറ്റും മാറ്റുവാണേ. ഇനി ചിക്കൻ വേവിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ചോറൊക്കെ കോരി വെച്ചേക്കുക വെന്ത്. ഇനി മസാലയൊക്കെ ചേർക്കുവാണേ. മുളകും മല്ലിപ്പൊടിയും കൂടെ വറുത്ത് വെച്ചേക്കുന്നത് ഞാൻ ഒരുമിച്ച് അതിൻ്റെ പൊടി ഇട്ടു ആവശ്യത്തിന്. പിന്നെ ശകല ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല
ഞാൻ പൊടിച്ച് വെച്ചേക്കുന്ന ഇവിടെ കറുവപ്പട്ടയും പെരുംജീരകവും എല്ലാം കൂടെ. പിന്നെ ശകലം ബിരിയാണി മസാല കുറച്ച്. നല്ല ഇളക്കി കൊടുക്കണം. പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കി ഞാനിനി അടച്ചു വയ്ക്കുക, ആവി വേവട്ടെ. ഇനി ഞാനങ്ങ് ഒന്നിച്ച് യോജിപ്പിക്കുവാണ്. ഇതിച്ചിരി ഈ ബിരിയാണി പേസ്റ്റൊക്കെ ചേർക്കാൻ വേണ്ടി, ബിരിയാണി പേസ്റ്റൊക്കെ ഒന്ന് ചേർത്ത് ഒന്നിച്ചൊന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കാനാണ് ഇതിനകത്ത്. പേസ്റ്റ് കൂടെ ഒഴിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്ന ഈ പൊടി. ബിരിയാണി പേസ്റ്റൊക്കെ ഇട്ട് ഇളക്കി റെഡിയാക്കി. കുക്കറിനകത്താണ് ഉണ്ടാക്കുന്നത്. അതിനടിക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കും. കുക്കർ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യിട്ട് കൊടുക്കും, അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതിങ്ങനെ എല്ലായിടും ഒന്ന് ആക്കി കൊടുക്കണം. എന്നിട്ട് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം കുറച്ച് ഇതിട്ട് കൊടുക്കുക. സവാള കൂടെ നമ്മൾ വെച്ചിരുന്നല്ലോ, അതാ ഇട്ട് കൊടുക്കുന്നു. കുറച്ചിട്ട് കൊടുക്കുക. ഒരു ലെയർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചോറിട്ട് കൊടുക്കുക. കൈ കൊണ്ടിട്ട് കൊടുത്താൽ അതിങ്ങനെ ലെയറായിട്ട് വീഴും. വീണ്ടും ഇത് ഒരു ലെയർ ഇട്ട് കൊടുക്കുക. ഒന്ന് രണ്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസ് ഇട്ട് കൊടുത്തു. പിന്നെ ചോറിട്ട് കൊടുക്കുക. കുറച്ചുകൂടെ ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. ചിക്കൻ പീസ് കൂടെ കൊടുക്കാം. ചോറ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിസിൽ വെക്കാതെ കുക്കർ അടച്ചു കൊടുക്കുക. അടച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയ തീ വയ്ക്കുക. ചെറിയ തീയിൽ ഇങ്ങനെ ചെറുതായിട്ട് ആവി വരട്ടെ. അത് ബിരിയാണി റെഡിയാവും. അങ്ങനെ ബിരിയാണി റെഡി. ഓക്കെ, എല്ലാവരും വെച്ച് നോക്ക്.